വായിക്കുകയാണ്. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച് അവരുടെ വിധികൾ നിശ്ചയിച്ച് അള്ളാഹു നമ്മെ ഭൂമിയിലേക്ക് അയച്ചു. അതിൽ ബുദ്ധിജീവികളും ബുദ്ധി കുറഞ്ഞവരും കറുത്തവരും വെളുത്തവരും എല്ലാവരുമുണ്ട്. ചിലർ നല്ല സ്വഭാവക്കാർ, മറ്റു ചിലർ ചീത്ത സ്വഭാവക്കാർ. അങ്ങനെ അള്ളാഹുവിന്റെ ഖള അനുസരിച്ചാണല്ലോ നാം ജീവിച്ചു പോകുന്നത്. നന്നാക്കാൻ അല്ലെങ്കിൽ രക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചവരെ മാത്രമേ രക്ഷിക്കൂ. നിഷേധാത്മകമായോ വെല്ലുവിളിയായോ ഇസ്ലാമിനെ കാണുന്നവർ ആ ഒരു മാനസികാവസ്ഥ അള്ളാഹു ആണല്ലോ അവർക്ക് നൽകുന്നത്. ചിലപ്പോൾ നന്നാകാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചാലും ഞാൻ നന്നാകില്ല, അള്ളാഹു എനിക്ക് ഇതാണ് പണ്ടേ കണക്കാക്കിയതെന്ന് പരിതപിക്കുന്നവർ ധാരാളമുണ്ട്. അവർക്കും എനിക്കും അള്ളാഹുവിന്റെ ഖള, വിധി എന്താണെന്ന് മനസ്സിലാക്കി തരുവാൻ താല്പര്യപ്പെടും. വിധിയെക്കുറിച്ചാണ് ചോദ്യം. വിധിയെക്കുറിച്ച് ഉത്തരം പറയുക എന്നത് വല്ലാത്തൊരു തലവിധിയാണ്. എന്തുകൊണ്ടെന്നാൽ എത്ര ഉത്തരം പറഞ്ഞാലും സംശയം തീരാത്തൊരു വിഷയമാണ് വിധി. എന്തുകൊണ്ടെന്നാൽ പടച്ച തമ്പുരാന്റെ അറിവ് കൊണ്ടാണ് നാം കളിക്കുന്നത് വിധിയുടെ വിഷയത്തിൽ. സട്ടാവായ തമ്പുരാന്റെ അറിവ് നമ്മുടെ തലച്ചോറിന്റെ സീമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നാം ആദ്യം പരിശ്രമിക്കണം. ആ പരിശ്രമം മുതൽ ആരംഭിക്കുന്നു നമ്മുടെ പ്രശ്നം. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. വിധിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളുടെ മുഴുവനും അടിത്തറയതാണ്. ഒന്നാമതായി തന്നെ ഈ ഇതിൽ പറഞ്ഞ കാര്യങ്ങളിൽ മിക്കതും നമ്മുടെ കേവല സങ്കല്പങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ കേവലം ചാവി കൊടുത്തിട്ട് ഇങ്ങോട്ട് വിട്ട കുറെ പ്രതിമകളല്ല മനുഷ്യർ. പലപ്പോഴും ഇസ്ലാമിന്റെ വിധിവിശ്വാസത്തെ തെറ്റിദ്ധരിക്കുന്ന ആളുകൾ അങ്ങനെയാണ് വിചാരിക്കാറുള്ളത്. ഈ ചോദ്യകർത്തി സൂചിപ്പിച്ചതുപോലെ എന്താണ്, പടച്ചോൻ എങ്ങനെ ചാവി എടുത്തിട്ട് ഇങ്ങനെ വിട്ടിട്ടുണ്ട്, പടച്ചോന്റെ അടുത്ത് റിമോട്ട് കൺട്രോൾ ഉണ്ട്, അതെങ്ങോട്ട് പോകണം തീരുമാനിക്കും, അതെങ്ങനെ പോകുമ്പോ അങ്ങോട്ട്, അതെങ്ങോട്ട് വെക്കുമ്പോ ഇങ്ങോട്ട് ഇങ്ങനെയാണ്. സത്യത്തിൽ വിധി എന്നതൊരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്, യാതൊരു സംശയവും വേണ്ട. അതെന്താണ്? സട്ടാവായ തമ്പുരാന്റെ അലംഘനീയമായ നിയമമാണത്. ഈ പ്രപഞ്ചത്തെ പടച്ചവനാ സൃഷ്ടിച്ചത്. 30,000 കോടിയോളം ഗാലക്സികളുണ്ട് എന്നാണ് കണക്ക് അറിഞ്ഞിടത്തോളം. ആ 30,000 കോടി ഗാലക്സികളും പടച്ച തമ്പുരാന്റെ അലംഘനീയമായ നിയമം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അള്ളാഹുവിന്റെ വിധി അനുസരിച്ചാണ് അവ മുന്നോട്ട് പോകുന്നത്. അതിൽ ഒന്നാണ് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ. ആ മിൽക്കി വേയും പടച്ചവന്റെ വിധി അനുസരിച്ചാണ്, നിയമം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആ മിൽക്കി വേയിൽ 10,000 കോടി നക്ഷത്രങ്ങളുണ്ട്. ആ 10,000 കോടി നക്ഷത്രങ്ങളിൽ ഒരെണ്ണമാണ് നമ്മുടെ നക്ഷത്രമായ സൂര്യൻ. ആ സൂര്യനും പടച്ച തമ്പുരാന്റെ വിധിക്ക് വിധേയമായിട്ടാണ് അതിന്റെ ചലനവും അതിന്റെ മുന്നോട്ടുള്ള പോക്കും. ആ സൂര്യന് ചുറ്റും ചുറ്റിത്തിരിയുന്ന 10-ൽ കുറയാത്ത ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളിൽ ഒന്നാണ് ഭൂമി. ഭൂമിയും പടച്ച തമ്പുരാന്റെ അലംഘനീയമായ നിയമങ്ങൾ പ്രകാരം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ദൈവവിധിക്കനുസൃതമായാണ് അത് നിലനിൽക്കുന്നത്. ഭൂമിയിൽ മറ്റെവിടെയും അറിഞ്ഞെടുത്തോളം മറ്റെവിടെയും ഇല്ലാത്തൊരു സവിശേഷതയുണ്ട്, ജീവൻ എന്ന സവിശേഷത. ആ ജീവൻ ഉള്ള ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളുണ്ട് ഭൂമിയിൽ. ആ ജീവജാലങ്ങളും പടച്ച തമ്പുരാന്റെ അലംഘനീയമായ വിധിക്ക് വിധേയമായി കൊണ്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അതിൽ നിന്ന് തെന്നിമാറാൻ സാധ്യമല്ല. ആ ജീവജാലങ്ങളിൽ ഒരെണ്ണമാണ് മനുഷ്യൻ എന്ന ഹോമോസാപ്പിയൻ എന്ന ജീവവർഗം. ആ ജീവവർഗത്തിന് മാത്രം പടച്ച തമ്പുരാന്റെ വിധിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. പടച്ചവന്റെ വിധി പ്രകാരം തന്നെയാണ് അതിന്റെ നിലനിൽപ്പ്. പക്ഷേ ആ ജീവവർഗത്തിനുള്ള പടച്ചവന്റെ വിധി ഒരല്പം വ്യത്യസ്തമാണ്. എന്താണ് വ്യത്യാസം? വ്യത്യാസം മറ്റൊന്നുമല്ല, പടച്ച തമ്പുരാൻ പ്രത്യേകമായ ചില കാര്യങ്ങൾ അവന് നൽകി. അതാണ് ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ പറഞ്ഞത്, അവന് അസ്തിത്വത്തിന്റെ സ്വാതന്ത്ര്യം നൽകി. ബാക്കി ജീവികൾക്കൊന്നും ആ സ്വാതന്ത്ര്യം ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഒരു ജീവിക്കും അവയ്ക്ക് നൽകപ്പെട്ട വിധിയിൽ നിന്ന് ഒരല്പം പോലും മാറിപ്പോകാൻ കഴിയില്ല. എന്നാൽ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി തെരഞ്ഞെടുക്കുവാനും നിഷേധിക്കുവാനും നന്നാകുവാനും ചീത്തയാകുവാനും. ഈ സ്വാതന്ത്ര്യവും പടച്ചവന്റെ വിധിയാണ്. ഈ സ്വാതന്ത്ര്യവും പടച്ച തമ്പുരാന്റെ വിധിയാണ്. ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ അവരെ നന്മയിലൂടെ നയിക്കാൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. അതും പടച്ചവന്റെ വിധിയുടെ ഭാഗമാണ്. ആ പ്രവാചകന്മാർ പഠിപ്പിച്ചു ജനങ്ങളെ. അവർ കുറെ ആളുകൾ നന്നായി, കുറെ ആളുകൾ ചീത്തയായി. പടച്ചവന്റെ വിധിയുടെ ഭാഗം. ഈ നന്നായത് ആരാണ്? നന്നായത് കുറെ ആളുകളെ പടച്ചോൻ നന്നാക്കി, കുറച്ചാളുകളെ പടച്ചോൻ ചീത്തയാക്കി. എന്തിന്റെ അടിസ്ഥാനത്തിൽ?
നന്നാകുക എന്നതും ചീത്തയാവുക എന്നതും പടച്ചോന്റെ വിധിന്റെ ഭാഗമാകുമ്പോ പടച്ചോൻ നന്നാക്കി നമുക്ക് പറയാം, ചീത്തയാക്കി എന്നും പറയാം. എന്നാൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ വെളുത്ത ആൾക്കാരെ പടച്ചോൻ നന്നാക്കി, കറുത്ത ആൾക്കാരെല്ലാം പടച്ചോൻ കെടുത്തി. അപ്പൊ വെളുത്തവും കറുത്തവുമായിട്ട് പഠിച്ചതോ? കുറെ ഇന്ത്യക്കാരെ പടച്ചോൻ നന്നാക്കി, കുറെ പാകിസ്ഥാനികളെ പടച്ചോൻ ചീത്തയാക്കി. അപ്പൊ ഇവർ രണ്ടു കൂട്ടരും ഇങ്ങനെയാണോ പടച്ചോന്റെ സംവരണം? അവിടെ പടച്ച തമ്പുരാൻ നന്നാക്കുവാനും ചീത്തയാക്കുവാനും ഒരു മാനദണ്ഡം നിശ്ചയിച്ചു. പടച്ചവനാണ് നന്നാക്കുന്നത്, കാരണം നന്നാവുക എന്നുള്ളത് പടച്ചവന്റെ വിധിന്റെ ഭാഗമാണ്. എന്നാൽ നന്നാക്കുവാനുള്ള മാനദണ്ഡം മനുഷ്യാസ്തിത്വത്തിന്റെ സവിശേഷത ഉൾക്കൊണ്ടുകൊണ്ട് നന്മ ഉൾക്കൊള്ളുവാൻ സന്നദ്ധമാവുകയും നന്മക്ക് വേണ്ടി ജീവിക്കുകയും നന്മ അന്വേഷിക്കുകയും സത്യം കണ്ടെത്തിയാൽ മുൻധാരണയില്ലാതെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥയുള്ള ആളുകളെ പടച്ച തമ്പുരാൻ നന്മയിലേക്ക് വഴി